ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് എന്താ പറയുക റിവ്യൂ പറയാൻ പോകുന്നത് ഒരു ഇനീഷ്യൽ റിവ്യൂ എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളിത് യൂസ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ആവണമല്ലോ. ഇത് ആക്ച്വലി നമ്മുടെ മോട്ടോറോളയുടെ മോട്ടോ ബുക്ക് 60 എന്ന് പറഞ്ഞ സാധനമാണ്. നമുക്ക് കോർ 7ഉം നമുക്ക് അതുപോലെ തന്നെ 16 GB റാമും വരുന്ന ഒരു മോഡലാണ്. വിൻഡോസ് 10ഉം അതുപോലെ തന്നെ നമുക്ക് OLED ഡിസ്പ്ലേ വരുന്ന 14 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ പാനലൊക്കെ വരുന്ന ഒരു അൾട്രാ ബുക്ക് എന്ന് പറയുന്ന സാധനം പറയാം. ഭയങ്കര സ്ലിമ്മാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. 1.4ൻ്റെ താഴെ നമുക്കിത് വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ട്രാവൽ പർപ്പസ് ആയിട്ട് അത്യാവശ്യം ഒരു ഓവറോൾ പെർഫോമൻസ് ഒക്കെ ചെയ്യാം. എഡിറ്റിങ്ങും വലിയ ഹെവി എഡിറ്റിങ്ങും ഗെയിമിങ്ങും ഒന്നും പറ്റില്ല. അത് നിങ്ങൾ ഓൾറെഡി അതിന് വേണ്ടിയിട്ട് ഗെയിമിങ് നമ്മുടെ അവിടെ ഇരിക്കുന്ന പോലത്തെ നമ്മുടെ അസൂസിൻ്റെ ടഫ് ബുക്കോ അല്ലെങ്കിൽ സ്ട്രിഫോ അങ്ങനത്തെ മോഡലൊക്കെ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ലെജൻഡ് അല്ലേ എലിനോൻ്റെ അതൊക്കെ എടുക്കേണ്ടി വരും. അത് ഞാൻ അതും എടുത്തത് കൊണ്ടാണ് നമ്മൾ ട്രാവലിംഗ് പർപ്പസ് സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ആ സാധനം ഒന്നും എടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഓൾമോസ്റ്റ് 2.6 കിലോ ഒക്കെ ആ സാധനം വെയിറ്റ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഗ്രാഫിക്സ് ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഒക്കെ വരുന്നുണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു ക്വിക്കായിട്ടുള്ള ഒരു ഇനീഷ്യൽ റിവ്യൂ പറഞ്ഞു പോകട്ടെ. അപ്പോൾ അതിനു മുമ്പ് എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആച്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റിൽ പോകുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ചെക്ക് കൊടുത്താൽ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. നമ്മുടെ ടെലിഗ്രാം ചാനലും ഉണ്ട്, നമ്മൾ പേജ് ഫോളോ അടിക്കാൻ മറക്കണ്ട. നമ്മൾ ഡീൽസും ലിങ്ക്സൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ്, ഈ സെയിൽസിലെ ക്രെഡിറ്റ് കാർഡ്സിൽ ഒരു ഭയങ്കരമായിട്ട് എന്താ പറയുക 10,000 രൂപയ്ക്കാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ ഇൻസ്റ്റാഗ്രാം ഡിസ്കൗണ്ട് ഈ സാധനത്തിനൊക്കെ ലാപ്ടോപ്പിന് സംഭവമൊക്കെ. അപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെയും ICICI ബാങ്കിൻ്റെയും കാർഡിലകത്തൊരു പെട്ടു തന്നെ വേണം പറയാം. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുന്ന ലിങ്ക് കാളൊക്കെ ഞാൻ നമ്മുടെ റെഫർ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് നോക്കട്ടെ. ആമസോണിനാണെങ്കിൽ SBI കാർഡും വേണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ആയിട്ട്. ഇത് 2 കളറിൽ അവൈലബിൾ ആണ്. ഒരു ഗ്രീനും ഉണ്ട്, ഞാൻ അതിൻ്റെ ഒരു ഒഫീഷ്യൽ കളർ നെയിം ഒന്നും പറയുന്നില്ല. ബ്ലൂ ഉണ്ട്, ഗ്രീനും ഉണ്ട്. രണ്ടും ഫുള്ളി മെറ്റലാണ്. നമ്മുടെ അസൂസിൻ്റെ ഈ റേഞ്ചിലൊക്കെ വരുന്ന അസൂസിൻ്റെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ടോപ്പ് മാത്രമേ മെറ്റൽ ഉണ്ടാവുള്ളൂ, അടിയിൽ മെറ്റൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. 14 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും എല്ലാ സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്. ബ്ലൂറേ സർട്ടിഫിക്കേഷൻ, നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ 1200 വരെ സാധനം കിട്ടും. മാക്സിമം HBMI നോക്കി കഴിഞ്ഞാൽ 520 കിട്ടും. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ലാപ്ടോപ്പിക്ക് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ 300 ആ റേഞ്ചൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഒക്കെ ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ 1 ലക്ഷത്തിൻ്റെ മുകളിൽ വരുന്ന എൻ്റെ ഗെയിമിംഗ് ലാപ്ടോപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ വേറെ എവിടെയോ റേഞ്ചിലാണ്. നമ്മുടെ സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ എങ്ങനെയുണ്ട്, അതെങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി. നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു S24 Ultra എടുത്ത് വെച്ച് നോക്കിക്കുക, അതിൻ്റെ ഡിസ്പ്ലേ വലിച്ച് വലുതാക്കി 14 ഇഞ്ചാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരിക്കും. അതിൻ്റെ ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ എന്താ പറയുക ക്വാളിറ്റി. അപ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഡിസ്പ്ലേ ഹൈ ലെവലാണ്, ഒരു ലക്ഷ്യമില്ലാത്ത ഡിസ്പ്ലേ ആണ്. ഇത് നമുക്ക് ആക്ച്വലി ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ മതിയിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഓൺ ആയിക്കോളും. പറയുമ്പോൾ ഇതിൻ്റെ പവർ ബട്ടൺ എവിടെയാണ് വരുന്നത്. പിന്നെ നമുക്കൊരു മൈക്രോ SD സ്ലോട്ട് ഇവിടെ വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി അതിൽ നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു SD കാർഡ് ഇട്ടുണ്ട്. പിന്നെ 2 Type A പോർട്ട് വരുന്നുണ്ട്. ഒരെണ്ണം ഇതിൽ ഓൾവേസ് ഓൺ ആണ്. അതായത് നമുക്കിപ്പോൾ ലാപ്ടോപ്പ് ഓഫ് ആണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും, വേറെ നമ്മുടെ ഫോണോ സംഭവങ്ങളൊക്കെ. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 2 Type C പോർട്ടും വരുന്നുണ്ട്, ഒരു Type A പോർട്ടും വരുന്നുണ്ട്, ഒരു നമ്മുടെ 3.5mm ഓഡിയോ ജാക്കും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഡിസ്പ്ലേ കണ്ടോ. ഇതിൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഇല്ല, പക്ഷേ നമുക്ക് ഐറിസ് സ്കാനർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഐറിസ് സ്കാനർ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഐറിസ് സ്കാനറിൽ വർക്ക് ചെയ്തോളും. ഞാൻ ആക്ച്വലി 2 അക്കൗണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു അക്കൗണ്ടിൽ മാത്രം അത് ഇതിൽ നമുക്ക് കണ്ടോ. ഇതെൻ്റെ 2 അക്കൗണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു അക്കൗണ്ടിൽ ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു അക്കൗണ്ട് ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടായിരുന്നു. അപ്പോൾ അത് ഇനിയിപ്പോൾ വേറെ എല്ലാവർക്കും നമ്മൾ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അത് പണിയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇപ്പോൾ കണ്ടത്. സോറി സംതിങ് വെൻ റോങ് വിത്ത് ഫേസ് സെറ്റപ്പ് എന്ന് വെച്ചാൽ അത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഓപ്പൺ ആവാത്ത കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമുക്കിതിൻ്റെ സെറ്റപ്പ് വരുന്നത്. 16 GB വരുന്നത്, 16 GB വേരിയൻ്റാണ് എല്ലാത്തിലും വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രോ സീരീസ് ഇപ്പോൾ ഇറങ്ങിയിട്ട് അതിൽ നമുക്ക് 32 GB ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ റാം അപ്ഗ്രേഡ് ചെയ്യാം, SSD അപ്ഗ്രേഡ് ചെയ്യാം. ഇതിൻ്റെ ഇത് ആകെ 4 സ്ക്രൂ ഉണ്ട്, ബാക്കിൽ 5 സ്ക്രൂ ഉണ്ട്. അത് ഊരി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ആക്ച്വലി അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് റാം. ഇതുവരെയായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. എന്തായാലും ഈ സെയിൽസിൽ വാങ്ങിക്കണം റാം. ഞാൻ എന്തായാലും 24 GB റാം ആക്കും. എന്ന് വെച്ചാൽ നമുക്കിതിൽ 2 സ്ലോട്ട് വരുന്നുണ്ട്. രണ്ടും ഇപ്പോൾ ഓക്യുപ്പൈഡ് ആണ്. 8 GB കിടക്കുന്നുണ്ട് DDR5. നമുക്ക് ഒരു സ്ലോട്ടിൽ മാറ്റിയിട്ട് അതിൽ 16 GB ആഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 2 മാറ്റിയിട്ട് 16 ആഡ് ചെയ്യേണ്ടി വരും. മാക്സിമം 32 വരെ ചെയ്യാം. മറ്റേലാകുമ്പോൾ 2 TB വരെ ചെയ്യാം. ഇതിൽ ഞാൻ ആക്ച്വലി വാങ്ങിച്ചത് 1 TB ആണ്. ഇത് ആക്ച്വലി 512 ഉണ്ട്, 1 TB ഉണ്ട്. അപ്പോൾ നമുക്കതിൽ വേണമെങ്കിൽ 2 സ്ലോട്ട് വരുന്നുണ്ട്. അതായത് ഒരു നോർമൽ SSD സ്ലോട്ടും വരുന്നുണ്ട്, ഒരു മൈക്രോ സ്ലോട്ടും വരുന്നുണ്ട്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾറെഡി ഇൻബിൽഡ് ഉള്ളത് മാറ്റാം, അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ ഉള്ളത് അതിലിടാം. ഞാൻ ചിലപ്പോൾ ഒരു 1 TB വരെയും വാങ്ങിച്ചു വരും. ഞാൻ ആക്ച്വലി ഇതെന്ന് വെച്ചാൽ നമുക്കിതിൽ മൈക്രോ SD സ്ലോട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊരു 512 GB ഒരു സാംസങ്ങിൻ്റെ SD കാർഡ് ഇട്ടൊക്കെയാണ്. അപ്പോൾ നമുക്കത് ശരിക്കും അതൊരു ഡ്രൈവായിട്ട് ഉള്ളിൽ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, പിന്നെ എൻ്റെ വേറെ SSD എക്സ്റ്റേണൽ SSDകളുണ്ട്, സാംസങ്ങിൻ്റെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മെമ്മറി അത്ര ഇഷ്യൂ ഇല്ല. പക്ഷേ റാം എന്തായാലും ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നത് ഉറപ്പാണ്. എന്ന് വെച്ചാൽ മിനിമം നിങ്ങളൊരു മീഡിയം യൂസേജും ഇപ്പോൾ പവർ പോയിന്റ് അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ നിങ്ങൾക്ക് 16 GB കുഴപ്പമില്ല. പക്ഷേ അത്യാവശ്യം നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും സോഫ്റ്റ്വെയർ സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്കായിട്ട് എൻ്റെ ഓഫീസ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് 16 പോരാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ 1 വീക്ക് ആവണുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ സെയിൽസ് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ തന്നെ ചെയ്യാമായിരുന്നു. വെച്ചാൽ ഒരു പണിയില്ല, അത് ഓപ്പൺ ചെയ്യുക, സ്ലോട്ടിലേക്ക് ആഡ് ചെയ്യാത്രേ ഉള്ളൂ, വേറെ പണിയൊന്നും ഇല്ല കേട്ടോ. അതിന് വേണ്ടി കടയിലൊന്നും പോയി കൊടുക്കാണ്ടിരിക്കുക. ഇതിലാകെ സുഖമായിട്ട് തുറക്കാവുന്ന 5 സ്ക്രൂകൾ കണ്ടു, 5 സ്ക്രൂകളുണ്ട്. ഈസിയാണ്. ഞാൻ ഓൾറെഡി തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫുൾ ലിനോവേൻ്റെ പാർട്സുകളാണ് കേട്ടോ. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാർട്സ് അവൈലബിലിറ്റി, സർവീസ് അവൈലബിലിറ്റി ഒന്നും ഒരു ഇഷ്യൂ ഉണ്ടാവില്ല കേട്ടോ. എന്ന് വെച്ചാൽ മോട്ടോറോള നിങ്ങൾക്ക് അറിയും, ലിനോവേൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സബ് ബ്രാൻഡാണ് ഇപ്പോൾ. എന്ന് വെച്ചാൽ മോട്ടോറോള ലിനോവോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇഷ്യൂവും വേണ്ട, നിങ്ങൾ പേടിക്കേണ്ട. ഇതിപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് നിന്ന് പോകും, പാർട്സ് ഒന്നും കിട്ടില്ല, അങ്ങനെ ആ പേടിയും വേണ്ട. ഇതിൻ്റെ ഒരു 3/4 ഭാഗം പാർട്സുകളും ലിനോവ തന്നെയാണ് കേട്ടോ. ഇത് ഒന്നാമത് ലിനോവയാണത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തേക്കുന്നതും, അല്ലെങ്കിൽ എന്താ പറയുക, ലിനോവയ്ക്ക് വേണ്ടിയിട്ടാണ് മാനുഫാക്ചർ ചെയ്തേക്കുന്നതും. ജസ്റ്റ് ചുമ്മാ ഒരു ബ്രാൻഡിങ് മോട്ടോറോള കൊടുത്തുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് വെച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആക്ച്വലി ആദ്യം ലിനോവേൻ്റെ ഒരു മോഡലാണ് നോക്കിയിട്ടെന്ന് വെച്ചാൽ ഈ സ്പെക്സ് നമുക്ക് കിട്ടണമെങ്കിൽ ലിനോവയിൽ 80,000 രൂപ കൊടുക്കണം. എനിക്കിത് ആക്ച്വലി കാർഡ് ഡിസ്കൗണ്ടൊക്കെ കൂടിയിട്ട് 50 രൂപയ്ക്ക് കിട്ടിയത്. i7 മോഡൽ, അതായത് അൾട്രാ 7 മോഡൽ അല്ല, കോർ 7 മോഡൽ. അൾട്രാ കോർ വേറെയാണ് കേട്ടോ, അത് അടുത്ത ജനറേഷനാണ്. മോട്ടോ പ്രോയിൽ വരുന്നതാണ് കോർ അൾട്രാ 7 എന്ന് പറഞ്ഞാൽ. ഇത് കോർ 7 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ i7 14 ജനറല്ലോ, തന്നെ ഒരു വ്യത്യാസമൊന്നുമില്ല, അത് പേര് മാറ്റിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് ഓവറോൾ ഞാൻ ഇതിപ്പോൾ യൂസ് ചെയ്തിട്ട് എനിക്ക് കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ലാഗോ സംഭവമൊന്നുമില്ല. 16 GB ഓൾമോസ്റ്റ് ഒരു 10 GB ഒക്കെ ഒരു യൂസേജ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റാം അത്യാവശ്യം നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ ഐഡിയൽ മോഡലാണെങ്കിൽ ഒരു 30, ഇപ്പോൾ 16 GB ഒരു 30% യൂസ് വരുന്നുണ്ട്. അത്യാവശ്യം യൂസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഓൾമോസ്റ്റ് ഒരു 60-20% വരും. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം യൂസേജ് ഉള്ള ഒരാളാണെങ്കിൽ, പ്രത്യേകിച്ച് എക്സ്ട്രാ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റാം അപ്ഗ്രേഡ് ചെയ്യാൻ നല്ലത്. എന്ന് വെച്ചാൽ ഈ റേഞ്ചിൽ കിട്ടുന്ന മോഡലുകളൊക്കെ നിങ്ങൾക്ക് സോൾഡേർഡ് റാം ആയിരിക്കും, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക്കായിട്ട് എടുത്ത് പറഞ്ഞത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന റാമുള്ള മോഡൽ മാത്രം വാങ്ങിക്കാൻ നോക്കാം. അപ്പോൾ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് ആണ്. ഞാൻ അതിൻ്റെ എന്തായാലും ഇത് ലിങ്ക് ചെയ്യാം, നമ്മുടെ ടാഗ് ചെയ്യാം. ഇതെന്തായാലും ഫ്ലിപ്കാർട്ടിൽ മാത്രമേ ഉള്ളൂ, ആമസോണിലില്ല. അപ്പോൾ അത് വേറെ ഇഷ്യൂയൊന്നുമില്ല. ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിച്ചത്, പേടിച്ച് തന്നെ വാങ്ങിച്ചത്. പക്ഷേ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇത് ബ്രാൻഡ് ഫ്ലിപ്കാർട്ടിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സുകൾക്കൊന്നും നോർമലി ഇഷ്യൂ വരാറില്ല. പിന്നെ എനിക്ക് ഇവിടെ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരൊക്കെ പരിചയമുള്ളതാണ്, അപ്പോൾ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. പിന്നെ എന്താ പറയുക, ഇഷ്യൂസോ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം ഒരു 8 മണിക്കൂറും ഒരു 6 to 8 hour സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈപ്പ് ഓഫ് യൂസേജ് അനുസരിച്ചിട്ട്. ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, 65 വാട്ടിൻ്റെ ഇൻബിൽഡായിട്ട് തന്നെ നമുക്ക് കേബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കത് PPS ചാർജിങ് ആണ്. അത് നമുക്ക് ലാപ്ടോപ്പ് ആയാലും ഫോണായാലൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും, ഒരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് പവർ ബാങ്ക് വഴിയും ചാർജ് ചെയ്യാം. നിങ്ങളുടെ ഉള്ള ചാർജർ വെച്ച് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് ചാർജ് ചെയ്യാം. പറയുമ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ ചാർജർ അല്ലാണ്ട് കുത്തുമ്പോൾ അതിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ എന്നാലും ചാർജൊക്കെ ഔട്ടാം. ടൈപ്പ് സി പോർട്ട് ത്രൂ തന്നെ ചാർജ് ചെയ്യുക. 2 ടൈപ്പ് സി പോർട്ട് ഉണ്ട്. പിന്നെന്താ, സൗണ്ട് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ഈ റേഞ്ചിൽ വരുന്ന അസസിൻ്റെ മോഡലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും ലൗഡ്നെസ്സും ഇതിന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര ക്യുക്കാണ്. ഞാൻ ഇപ്പോൾ നമുക്ക് ഒറ്റ കയ്യിൽ തുറക്കാൻ കണ്ടു, നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോഴേ തന്നെ സാധനം ഓപ്പൺ ആയി കണ്ടു. നല്ല ക്യുക്കാണ്. അതുപോലെ തന്നെ ഇൻ്റലിൻ്റെ ഗ്രാഫിക്സ് ആണ് വരുന്നത്, ഇൻ്റൽ ആർക്ക് ഗ്രാഫിക്സ് ആണ് വരുന്നത്. ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഫിംഗർ പ്രിൻ്റ് ഇല്ല. ഫേസ് സെറ്റപ്പ് നല്ല ഫാസ്റ്റാണ്, ഇഷ്യൂസും ഇല്ല. നമുക്കിതിൽ ലൈറ്റ് വരുന്ന കീബോർഡാണ്, ബാക്ക് ലൈറ്റാണ് വരുന്നത്. അപ്പോൾ അതും ഇഷ്യൂസ് അല്ല. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് ഭയങ്കര, ഞാൻ എത്ര നേരം നിങ്ങൾ പിടിക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇതിലായിട്ട് എനിക്കിത് ഭയങ്കര ഹെവി ആയിട്ടോ കൈവേദന ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഹാൻഡിയാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറയുമ്പോൾ. പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയും, ഒരു മാക്ബുക്ക് ഒക്കെ പിടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് സാധനം കിട്ടുന്നത്. ബിൽഡ് ക്വാളിറ്റി എന്ന് വെച്ചാൽ ഫുൾ മെറ്റൽ ആയതുകൊണ്ട് തന്നെ. പിന്നെ നല്ല സ്റ്റേർഡിയാണ്, ആ ഇഷ്യൂസും കാണുന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റ് വരും കണ്ടോ, ഈ ബട്ടൺ. ഇതാണ് ആക്ച്വലി നമ്മുടെ പവർ ബട്ടൺ. പക്ഷേ ഇത് സ്ക്രീൻ നമ്മൾ വെറുതെ ചുമ്മാ തുറന്നാൽ മതി, ഓട്ടോമാറ്റിക്കലി ഓൺ ആയിക്കോളും. അപ്പോൾ ഇത് അമർത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ എമർജൻസി ആയിട്ട് പെട്ടെന്ന് ബൂട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇത് അമർത്തി പിടിച്ചാൽ മതിയിട്ടാണ്. വിൻഡോസ് നിങ്ങൾക്ക് അറിയാമല്ലോ, Windows 10 ഹോമാണ് ഇതിൽ വരുന്നത്. പിന്നെന്താ, നമുക്ക് വിൻഡോസും MS ഓഫീസും കിട്ടുന്നുണ്ട്, എല്ലാ സംഭവവും കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. ഈ റേഞ്ചിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോമ്പറ്റീഷൻ ഒരു
ബ്രാൻഡിങ് കിട്ടില്ല ഇത്രയും കിടിലൻ ഡിസ്പ്ലേ വരുന്നത്. അതും ഇത്രയും കിടിലൻ ഡിസ്പ്ലേ മാത്രമല്ല, ഡിസ്പ്ലേയുടെ സർട്ടിഫിക്കേഷനും ബ്ലൂറേ സർട്ടിഫിക്കേഷൻ എല്ലാ സർട്ടിഫിക്കേഷനും വരുന്നുണ്ട് കേട്ടോ. അതാണ് എടുത്ത് പറയേണ്ട സംഭവമാണ്. ഞാൻ സ്പെസിഫിക് ആയിട്ടൊന്നും എടുത്ത് പറയുന്നില്ല, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു വിചാരിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിന് ഈ റേഞ്ചിന് 60 രൂപയ്ക്കാണെന്നുണ്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ വിൽക്കുന്നത്. ഞാൻ എന്തായാലും ടാഗ് ചെയ്യാം 59,990 ആണ്ടാണ് പ്രൈസ് ഇപ്പോൾ. അതും കാർഡ് ഉണ്ടെങ്കിൽ ICICI ബാങ്കിൻ്റെയും ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം 7,000 രൂപയെങ്കിലും കിട്ടും, ചിലപ്പോൾ 10,000 രൂപയും കിട്ടും. അപ്പോൾ 50,000 രൂപയ്ക്ക് അങ്ങനെ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 10,000 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ICICIൻ്റെയും ആക്സിസ് ബാങ്കിൻ്റെയും കാർഡ് ഉണ്ടെങ്കിൽ മോട്ടോ ബുക്കിന് എല്ലാ ബ്രാൻഡിനും ഉണ്ട്. പിന്നെ ഈ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു സാധനമാണ് നമ്മുടെ അസൂസിൻ്റെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, എന്താണ് എക്സ്പേർട്ട് ബുക്ക് എന്ന് പറഞ്ഞിട്ട്. അത് ഫ്ലിപ്കാർട്ടിൽ ഒഫീഷ്യലായിട്ട് അസൂസ് ലോഞ്ച് ചെയ്തേക്കുന്നതാണ്. അത് ഫ്ലിപ്കാർട്ടിൽ മാത്രമേ കിട്ടുള്ളൂ, ഓഫ്ലൈൻ സ്റ്റോറിലൊന്നും കിട്ടില്ല. അതും അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടും സാധനങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. മോട്ടോ ബുക്ക് ഇതാണ് സാധനം, കണ്ടോ, ഇതാണ് സാധനം. ഇതാണ് സാധനം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 59,800, ഓൾമോസ്റ്റ് 60,000 രൂപ. നിങ്ങൾക്ക് 1 TB വേരിയൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ 64 രൂപ ഉണ്ടോ. ഇതിൽ എക്സ്ട്രാ നമുക്ക് 10,000 രൂപയുടെ എക്സ്ട്രാ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടാണ്. കണ്ടോ, 10,000 രൂപയുടെ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടാണ് നിങ്ങളിൽ ആക്സിസ് ബാങ്കിൻ്റെയും ICICI ബാങ്കിൻ്റെയും കാർഡ് ഉണ്ടെങ്കിൽ കേട്ടോ. ആമസോൺ ICICI കാർഡായിട്ട് കാര്യമില്ല, പക്ഷേ അത്രയും കിട്ടില്ല. കുറച്ച് കിട്ടുന്നുണ്ട്, പക്ഷേ ഇത്രയും കിട്ടില്ല. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ഉണ്ടായിട്ടും കാര്യമില്ല. നമുക്ക് നോർമൽ ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് വേണം, എന്നാലും ഇത്രയും കിട്ടുള്ളൂ കേട്ടോ. അതിൽ നമുക്ക് ഫ്ലിപ്കാർട്ട് ആക്സസിന് ഓൾമോസ്റ്റ് 9,000 ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്നാലും 10,000 കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. SBI ആക്സിസ് ആയാലും SBI ഫ്ലിപ്കാർട്ടായാലും ഓൾമോസ്റ്റ് 9,000 സംതിങ് കിട്ടുന്നുണ്ട്. കിടിലൻ ഡീലാണ് കണ്ടോ. നിങ്ങളിൽ പിന്നെ പഴയ വല്ല ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മിനിമം 1,000 രൂപ കിട്ടുന്നുണ്ട്, ഡെഡായ ലാപ്ടോപ്പ് ആയാലും. അപ്പോൾ ഈ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എക്സ്ചേഞ്ച് അടിച്ച് കൊടുക്കാട്ടോ. എന്ന് വെച്ചാൽ ചുമ്മാ വെറുതെ വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ബെറ്റർ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളിൽ മോട്ടോറോള സ്മാർട്ട് ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്മാർട്ട് കണക്ടിവിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വേറെ ബ്രാൻഡായിട്ട് കണക്ടിവിറ്റി ഒന്നുമില്ല. അതെനിക്ക് മോശമായി പോയി. നമ്മുടെ ഇതുണ്ടെങ്കിൽ മോട്ടോറോള ഫോൺ ഉണ്ടെങ്കിൽ സുഖമാണ്. പിന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡിസ്പ്ലേഡാണ് മെയിൻ സംഭവം. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ സ്പെക്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇതിൽ 65 വാട്ടിൻ്റെ, അത് ഞാൻ പറഞ്ഞതുകൊണ്ട് 60 വാട്ട് അവറിൻ്റെ ബാറ്ററിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഡീസൻ്റ് ആണ്. മിക്ക അസൂസിലും ഈ റേഞ്ചിൽ നമുക്ക് 70 കിട്ടുന്നുണ്ട്, പക്ഷേ വലിയ ഒരു 10 വാട്ട് അവറിൻ്റെ ഒക്കെ ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ എന്നാലും വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് ഇത് യൂസ് ചെയ്ത് വരുമ്പോൾ കാണില്ല കേട്ടോ. ഇതിൻ്റെ സ്പെക്സ് ഞാൻ പറയാം, ഞാൻ വാങ്ങിച്ച മോഡലിൻ്റെ സ്പെക്സ് ഞാൻ പറയാം. ഇത് Core 7 അവൈലബിൾ ആണ്, Core 5 അവൈലബിൾ ആണ്, Series 2. പിന്നെ DDR5 ആണ് റാം ടൈപ്പ് വരുന്നത്, 16 GB ആണ് റാം വരുന്നത്. മാക്സിമം ക്ലോക്ക് സ്പീഡ് അപ് ടു 5.2 GHz ആണ്. പിന്നെ 24 MB ക്യാഷ് മെമ്മറിയും വരുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ആണ് ഗ്രാഫിക്സ് കാർഡ് വരുന്നത്. 10 കോറാണ് വരുന്നത് ഇതിൽ. അതുപോലെ തന്നെ SSD സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ എന്താ ഉള്ളത്, 2 കളർ വരുന്നുണ്ട്. തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പാണ്. പിന്നെന്താ, ലിത്തിയം പോളിമറിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. അപ് ടു 6 hourൊക്കെയാണ് അവർ പറയുന്നുണ്ട്. 6 hourയുടെ മുകളിൽ നിങ്ങളൊരു മീഡിയം യൂസേജ് ആണ് കിട്ടുന്നുണ്ട്. പിന്നെ 500 nits ആണ് ബ്രൈറ്റ്നസ്. നമുക്ക് കളർ കറക്ഷനൊക്കെ നമുക്ക് സ്ക്വയർഡ് ഉപയോഗിക്കാം. 100% ആണ് ഇതിന് വരുന്നത്, DCI P3. പിന്നെ മൈക്രോഫോണും നല്ലതാണ്, ഞാൻ പറഞ്ഞല്ലോ. 2 മൈക്രോഫോൺ 2 സൈഡിലും വരുന്നുണ്ട്. റെസൊല്യൂഷൻ നമുക്ക് 2880x1880 ആണ് റെസൊല്യൂഷൻ വരുന്നത്. OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 14 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്, ടച്ച് സ്ക്രീൻ അല്ല കേട്ടോ. പിന്നെ ഡിസ്പ്ലേ നമുക്ക് വെബ് ക്യാം വരുന്നുണ്ട്, അത് ഞാൻ പറയാൻ പറഞ്ഞു. 1080p ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, നമുക്ക് അത്യാവശ്യം കുറച്ച് AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ് ക്യാമാണ്, മോശമില്ല എന്ന് പറയാം. പിന്നെ ബാക്ക് ലിറ്റ് ഉണ്ട്. നമുക്ക് Windows 11 ഹോം വരുന്നുണ്ട്. Windows ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടല്ലേ, Windows 11 ആണ് കേട്ടോ, മറന്നു എപ്പോഴും. അതെപ്പോഴും എനിക്ക് ഇറക്കി മാറിപ്പോവും. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ് വരുന്നത്. കണക്ടിവിറ്റി എല്ലാ സംഭവങ്ങളും ഉണ്ട്, ബ്ലൂടൂത്തും വയർലെസ്സും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് മോട്ടറോള ബ്രാൻഡിനോട് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ എന്നാണ് ഞാൻ പറയാം. 59 എന്ന് പറയുമ്പോൾ 50 രൂപയ്ക്ക് സാധനം കയ്യിൽ കിട്ടും. ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. i7 വെർഷൻ അല്ലെങ്കിൽ Core 7 വെർഷൻ കിട്ടും 512 GB 50 രൂപയ്ക്ക്, 51 രൂപയ്ക്ക്. കണ്ണും പൂട്ടിയെടുത്തു, ഒരു പ്രശ്നമില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഇവരെ കസ്റ്റമർ കെയറിനൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ്, വാങ്ങിക്കാനായിട്ട് മുമ്പ്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഒന്നാമത് മിക്ക കേരള സ്ഥലത്തും ഇവരുടെ സർവീസ് സെൻ്റർ ഉണ്ട്, മോട്ടോറോള സ്പെസിഫിക് ആയിട്ട് സർവീസ് സെൻ്റർ ഉണ്ട് ലാപ്ടോപ്പിൻ്റെ. അതല്ലാണ്ട് തന്നെ പാർട്സുകളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്സുകളൊക്കെ ലിനോവയാണ്. അപ്പോൾ പാർട്സ് അവൈലബിലിറ്റി ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല.
അപ്പോൾ ലിനോവയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആസൂസും ലിനോവയാണ് വൺ ഓഫ് ദി ബെസ്റ്റ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ, അല്ല ഇന്ത്യൻ അല്ല ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ ലാപ്ടോപ്പ് സെല്ലറൊക്കെ. അപ്പോൾ അവർക്ക് ആ ഇഷ്യൂസൊന്നുമില്ല. അവർ തന്നെയാണ് അവരുടെ പാർട്സൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഡെല്ലിൻ്റെയും HP-യുടെയും പോലൊന്നുമല്ല. കണ്ണി കണ്ട അവരുടെ പാർട്സ് വാങ്ങിച്ച് അസംബിൾ ചെയ്ത് വെക്കുന്ന ആൾക്കാരല്ല അവരൊന്നും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു മാത്രം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് മറക്കണ്ട കേട്ടോ.